ഇൻഷുറൻസ്. കഴിഞ്ഞത്തെ പോലെ അങ്ങനെ രചിത്ത് വിളിച്ച് ലാപ്ടോപ്പ് അടിച്ചു പൊട്ടിക്കരുതേ. ഇനി മേടിക്കാൻ പൈസ ഇല്ല. ഈ ജോലിൻ്റെ അവസാനത്തെ കച്ചെത്തുമ്പോൾ എല്ലാം റെഡിയാക്കണേ ഈശ്വര. സാർ ഐ ആം റെഡി. പ്ലീസ് കോൾ. ഹലോ. ഹായ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കുറെ നാളായിട്ട് മെയിൽ അയക്കുന്നുണ്ടല്ലേ? അതെ 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 ഞാനായിരുന്നു. അതെ സാർ, നിഖിൽ മദന്. അതെ. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ നിഖിലിന് ഒരു ചാൻസ് തരാണെങ്കിൽ നിഖിൽ അത് എങ്ങനെ വിനിയോഗിക്കും? സാർ, ഞാൻ ഹാർഡ് വർക്കിംഗ് ആണ്. ഞാൻ കമ്മിറ്റ്മെന്റ്സ് കൂടുതലുള്ള ഒരാളാണ്. അതുപോലെ ഭയങ്കര പഞ്ച്വാലിറ്റി, ഭയങ്കര പെർഫെക്ഷനിസ്റ്റ്, അങ്ങനെ കുറേയധികം പ്രത്യേകത ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ. അതുപോലെ ഈ കമ്പനിയിൽ ഞാൻ എൻ്റെ 100% ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കും. ഞാൻ ഉറപ്പ് തരാം, എനിക്ക് പറ്റും സാർ. ചില ദിവസങ്ങളിൽ നമുക്ക് ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ടായിരിക്കും. അല്ല, ഓക്കെ സാർ, ചെയ്യാം. നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അതെയോ? ചില ദിവസങ്ങളിൽ രാത്രി ഒരു 9 മണി 10 മണി വരെ പിരിക്കേണ്ടി വരും. അതിനെ നിഖിൽ എങ്ങനെ നോക്കി? ഞാൻ നല്ലപോലെ നോക്കിയാണ് സാർ. മീൻസ് എനിക്ക് നൈറ്റിൽ ഓവർ ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യാൻ. ഞാൻ കഠിന പ്രയത്നം ചെയ്തിരിക്കും കമ്പനിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഞാൻ 2 GK ക്വസ്റ്റ്യൻ ചോദിക്കാം. നിഖിൽ നമ്മുടെ കമ്പനിക്ക് ആപ്റ്റാന്ന് തോന്നിയത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. തൃശ്ശൂർ പൂരല്ലേ? അതെ അതെ, തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം ആദ്യമായിട്ട് നടത്തിയത് ശക്തൻ തമ്പുരാനാണ്. അതെ ശക്തൻ തമ്പുരാൻ കേട്ടിട്ടുണ്ട്. ഈ ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരം ആദ്യമായിട്ട് നടത്തുമ്പോൾ ശക്തൻ തമ്പുരാന്റെ വലതുവശത്ത് നിന്നത് ആരാണ്? ശക്തൻ തമ്പുരാന്റെ വലതു ഭാഗത്ത് നിന്നത് ആര്? അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആനയല്ലേ സാർ? അതോ പൂരം മറ്റേ കൊട്ടുകാരൻ അല്ലേ? ഓക്കെ, മനസ്സിലായി. നിഖിലിന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? എനിക്ക് എക്സ്പീരിയൻസ് ഇപ്പം 6 മാസമേ ഉള്ളൂ സാർ. പക്ഷെ എക്സ്പീരിയൻസ് അല്ലല്ലോ സാർ, നമ്മളെ ജീവിതാനുഭവങ്ങളും അതിലെ നമ്മുടെ പ്രയത്നമല്ലേ സാർ ഒരു കമ്പനിയിലേക്ക് വേണ്ടത്, വർഷത്തിന്റെ കണക്കല്ലല്ലോ. അങ്ങനെയല്ല നിഖിൽ, നമ്മൾ ഈ ജോലിക്ക് നോക്കുമ്പോ ജോലിയുടെ എക്സ്പീരിയൻസ് ആണല്ലോ നോക്കേണ്ടത്. അതെയോ സാർ? എല്ലാവരും ഇത് തന്നെയാണ് സാർ പറയുന്നത്. പക്ഷെ ഓരോ വ്യക്തിയുടെ കമ്മിറ്റ്മെന്റ് അതിലും വളരെയധികം മുന്നിലായിരിക്കും സാർ. നമ്മുടെ കമ്പനിക്ക് ഇത്രയും കമ്മിറ്റ്മെന്റ്സ് ആവശ്യമില്ല. നിഖിൽ കമ്മിറ്റ്മെന്റ്സ് ഉള്ള വേറെ ഏതെങ്കിലും കമ്പനി നോക്കിക്കോളൂ സാർ. പ്ലീസ് സാർ. ഹലോ സാർ, 1 മോർ ചാൻസ് സാർ. പ്ലീസ്. എനിക്കിത് വളരെ അത്യാവശ്യമുള്ള ജോലിയാണ് സാർ, അതുകൊണ്ടാണ്. സോറി, യു ആർ റിജക്റ്റഡ് സാർ. ഹലോ പണ്ടാരടക്കാനായിട്ട് തല്ലേ എനിക്ക് അറിയായിരുന്നു നടക്കാൻ പോകുന്നില്ലെന്ന്. ചേട്ടനിപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറെ ആയി. പിന്നെ ഇന്ന് കാണാൻ നല്ല രസമുണ്ടല്ലോ. എന്ത് വേണം? ഞാൻ ഒന്നും വേണമെന്ന് വെച്ച് പറഞ്ഞൊന്നുമല്ല, ഇന്ന് കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട് മുമ്പത്തേക്കാളും. ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട്, അതുകൊണ്ട് വെച്ചതാ. പിന്നെ ചേട്ടാ, അതുണ്ടല്ലോ, എനിക്ക് കുറച്ച് പൈസ തരുമോ? സൂപ്പറാ. ഇപ്പൊ പൈസ എത്ര കോടി വേണ്ടി വരും? കോടിയല്ല, എനിക്കൊരു 2500 രൂപ. എടേ, പണിയില്ല, ജോലിയും കിട്ടിയില്ല, ഒന്നും ഇല്ലാതിരിക്കുവോ ഇപ്പൊ എന്റെ കയ്യിൽ? ഇത് കെട്ടിയാണെങ്കിൽ ഒരുത്തി അകത്ത് പോകുന്നു. ഇതിലാണ് ഞാൻ അങ്ങോട്ട് പോകാനാ? നിനക്കൊന്നും ഇഷ്ടം പോലെ ഞാൻ പൈസ തന്നിട്ടുള്ളതല്ലേ. ഇപ്പൊ എന്തിനാ പൈസ ഇപ്പൊ നിനക്ക്? ചേട്ടാ, അത് മുന്നല്ലേ. ഇപ്പൊ ഒരു ആവശ്യം വരുമ്പോ എനിക്ക് ചേട്ടൻ്റെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. മുന്നേ എത്ര വന്നിട്ടുണ്ട്? ഞാൻ ബാംഗ്ലൂർ പഠിക്കുമ്പോ അയച്ചു തന്നത് എല്ലാം എന്ത് ചെയ്ത്? എല്ലാം പുട്ടടിച്ച് തീർത്തു. അടിച്ച് തെറിപ്പിച്ച് അതും മേടിച്ച് ഇതും മേടിച്ച്. അതോ ഒന്നിനും 2000-4000 ഒക്കെ ഓരോന്നിന്റെ വില. ചേട്ടാ, ഒരാവശ്യം വരുമ്പോ നമ്മളത് യൂസ് ചെയ്തില്ലേ? പൈസ എന്ന് വെച്ച് എടുത്ത് വെക്കാനുള്ളതല്ലോ. ആവശ്യം വരുമ്പോ അല്ലേ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കണേ. ഇങ്ങനെയാണോ ഉപയോഗിക്കുന്ന പൈസ? എന്നിട്ട് എന്ത് ഇപ്പൊ ഉപയോഗിക്കാൻ പൈസ? ആരെങ്കിലും ഇല്ലല്ലോ, എന്റെ ഇല്ല, നിന്റെ ഇല്ല. പണി കിട്ടിയില്ല, ജോലിയും കിട്ടിയില്ല, ഇന്റർവ്യൂവിനും പൊട്ടി. എന്ത് ചെയ്യുന്നു ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴാ ഞാൻ അമ്മയുടെ അടുത്തൊന്ന് ചോദിക്കണം. അതാ, നീ അമ്മയുടെ അടുത്ത് അച്ഛനടുത്ത് പോയി ചോദിച്ചു. അവരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം കാശുണ്ട് ഇഷ്ടം പോലെ. പോയി ചോര്. ആരും എന്തായാലും ഞാനും ചോദിക്കുന്നില്ല, എനിക്കും തരത്തില്ല. എന്തായാലും നീ എങ്കിലും പോയി ചോദിച്ചു മേടിക്കും. എനിക്ക് ചേട്ടൻ്റെ അടുത്തല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആരുടെ ചോദിക്കും? ഹലോ, പറഞ്ഞോ. ആണോ? എപ്പോഴാ വരുന്നേ? ഇപ്പോ ആണല്ലേ? ശരി വായോ. ഓക്കേടാ, ശരി. വീട്ടിലോട്ട് ആരെല്ലാം വരുന്ന കാര്യമാണോ? ചേട്ടൻ ഇപ്പൊ തന്നെ ഒത്തിരി വള്ളികളുണ്ടല്ലോ, അതിന് കൂട്ടത്തിൽ കൂടി ഒരു വള്ളി കൂടി വരുന്നുണ്ട്. ആരാണാവോ? നമ്മുടെ അമ്മാവനില്ലേ?
അല്ല മൊത്തം പറയട്ടെ. ആ ശശിമാവന്റെ മോളില്ലേ തമ്പുരു, അത് തന്നെ ഞാൻ ഞെട്ടിയത്. ഇതിനെയൊക്കെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് ദൈവമേ. ഉള്ള നാശം കൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ വയ്യ. ഞാൻ കൂടെ വേറെ വണ്ടി പിടിച്ചു വരുമോ ഇനിയിപ്പോ? എപ്പോ വരും? എപ്പൊ വരുന്നൊന്നും അറിയത്തില്ല, മേ ബി ഇന്ന് തന്നെ വരുമായിരിക്കും. എങ്ങോട്ടേലും പോവായിരുന്നു അവളെ വിളിച്ചോണ്ട്. എങ്ങോട്ട് പോകാനാ? കയ്യിലാണ് അഞ്ചിന്റെ കാശും ഇല്ല. ആ എന്തായാലും എനിക്കൊന്നും അറിയണ്ട, ചേട്ടനങ്ങ് അനുഭവിക്കും. എടാ എന്തേലുമൊക്കെ ചെയ്യടാ. ഇത് എന്തിനാടാ ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ? ഞാൻ പൈസ വെച്ചപ്പോ തന്നില്ലല്ലോ, എനിക്കൊന്നും പറയാം. ഞാൻ വേറെ പെണ്ണിനെ കിട്ടിയെന്നല്ല പറ അവളെടുത്ത്. ഞാൻ അവൾ എന്നെ കാണാൻ വരുന്നതായിരിക്കും. അതൊന്നും എനിക്കറിയത്തില്ല. എന്താന്ന് വെച്ചാൽ ശരി എന്നാ, ബൈ ബൈ. നാശങ്ങളാണ്. എന്തൊരു കഷ്ടമാണ് നോക്കുന്നത്. സ്വസ്ഥത കിട്ടാൻ വേണ്ടി ഇങ്ങോട്ടൊന്നും ഇവിടെ സമാധാനം ഇല്ലാതായിരുന്നു. കൊച്ചു വിഷമിക്കേണ്ട. മോൻ അറിഞ്ഞു വന്നതാണോ ഇതൊക്കെ? മോളെക്കാൽ എന്ത് വിഷമോന്നറിയോ അമ്മായിക്ക്. മോൾ ഈ വീട്ടില് വരുന്ന നമ്മൾ ഒരുമിച്ച് അടുക്കളയിലൊക്കെ നിന്ന് ജോലി ചെയ്യണതൊക്കെ അമ്മായി സ്വപ്നം കണ്ടതല്ലേ. ആ പെണ്ണിനെ കാണണം. ആശരെന്ന് പറഞ്ഞ അവൾ എന്താ കാണിച്ചു കൂട്ടണമെന്നറിയാവോ? ഒരു പണിയെടുക്കത്തില്ല, അവൾക്ക് ഒരു പണിയും അറിയത്തില്ല. വരും, ആ മേശപ്പുറത്തിരിക്കും, തിന്നും, അവൾ എണീറ്റങ്ങ് പോവും. അവളുടെ പാത്രം കഴുകൂല, അവന്റെ പാത്രം എടുക്കൂല. ഞാൻ എന്തോരം സഹിക്കണം അറിയാമോ എന്റെ മോളെ. അമ്മയാണോ എല്ലാം ചെയ്യുന്നത്? അമ്മായിയാണ് ഈ വീട്ടിലെ സകല പണിയും ചെയ്യുന്നത്. മോളെ നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിനി റെസ്റ്റ് എടുക്കായിരുന്നു. നീ ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യുവായിരുന്നു. അമ്മായി കഴിച്ച പാത്രം എല്ലാവരുടെ പാത്രവും ഞാൻ കഴുകി വെച്ചാണ്. ഇപ്പൊ എന്നാ ചെയ്യും? ആ ചെറുക്കന് ഒരു അനുസരണയില്ല, ഒരു സ്നേഹവും ഇല്ല, ഒരു ബഹുമാനവും ഇല്ല. ഏത് നേരം ആ പെണ്ണിന്റെ പുറകെ നടക്കുവാണേ. നീലേട്ടൻ ഇപ്പൊ എവിടെ ഉണ്ട്? എനിക്കറിയാൻ മേല പോലെ അവളുടെ പുറകെ വല്ല അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എന്റെ കൊച്ചമ്മായിക്കൊരു സഹായം ചെയ്യണം. അമ്മായി ഭയങ്കര മാനസിക വിഷമത്തിലാണ്. എന്റെ കൊച്ചമ്മായിയുടെ കൂടെ ഇവിടെ നിന്ന് ഒരാഴ്ച ഇവിടെ നിന്ന് അമ്മായി ഒന്ന് ആശ്വസിപ്പിക്കും പോലെ. ഒരാഴ്ച അമ്മായിക്ക് ഭയങ്കര അമ്മ നീലേട്ടനെ നോക്കാൻ ഞാൻ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടാവോ? വർക്കാണോ? നിക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് സെറ്റ് ആക്കാൻ. നോക്കിട്ടൊരു പേ കൊടുക്കണം. അവരെവിടെ ഇപ്പൊ ഉള്ളേ? എന്തൊക്കെയുണ്ട്? സുഖല്ലേ? ഓ സുഖം. അവിടെ എല്ലാവർക്കും സുഖല്ലേ? മാമനൊക്കെ സുഖം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? അറിഞ്ഞു. എങ്ങനെയുണ്ട്? ചേച്ചി അടുത്ത് സംസാരിച്ചായിരുന്നോ? എന്റെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചാണോ? അല്ല, സംസാരിക്കാലോ. ആള് ഇവിടുത്തെ ഒന്നും അത്ര ആൾക്കാരൊന്നും പരിചയമില്ലല്ലോ. നിനക്കെല്ലാം അറിയായിരുന്നല്ലേ? അല്ല, എനിക്ക് ചേട്ടൻ കൊണ്ടുവന്നപ്പോഴാണ് എനിക്കറിയാവുന്നേ. നിനക്ക് ചേട്ടനോടൊന്നും പറയായിരുന്നല്ലോ. അല്ല, ഞാൻ ചേട്ടൻ ഇഷ്ടമുള്ള ലൈഫ് തിരഞ്ഞെടുത്തു. അതിപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്തായാലും ചേച്ചിയും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അടുത്തൊക്കെ ഓക്കെയാണ്. നിനക്കറിയാലോ എനിക്ക് നീലേട്ടനെ പണ്ടോട്ട് ഇഷ്ടമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ തന്നെയല്ലേ ഇതെല്ലാം ഉറപ്പിച്ചു വെച്ചത്? അല്ല, ഞാൻ ഒന്നാമത്തെ ചേട്ടൻ്റെ ചേച്ചീനെ താല്പര്യമില്ലല്ലോ. പിന്നെ അവന് ഇഷ്ടമുള്ള ഒരാളല്ലേ അവൻ കെട്ടേണ്ടത്. വെറുതെ ഒരു ലൈഫ് കളയാൻ പറ്റൂ? അതുപോലെ തന്നെ അവനെ ഇഷ്ടമില്ലാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തമ്പുരുവിൻ്റെ ലൈഫും പോകത്തില്ല. ശരിയാ, എൻ്റെ സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാകത്തില്ലല്ലേ? നിനക്ക് എന്നെ അറിയത്തുമില്ല. അല്ല, അങ്ങനെയല്ല, അവന് ഇഷ്ടമുള്ള ലൈഫ് തിരഞ്ഞെടുത്തു. അതിനിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ഇത് കൊച്ചു നാളെ തൊട്ട് ഉറപ്പിച്ചു വെച്ചത്. എന്നിട്ട് ഇപ്പം ഇങ്ങനെ വന്നിട്ട് നിനക്ക് എന്നോട് ഒരു വാക്കെങ്കിലും പറയായിരുന്നല്ലോ. നീ എൻ്റെ സിസ്റ്റർ അല്ലേ? എന്നിട്ടൊരു ക്ലൂ എങ്കിലും കിട്ടി കാണത്തില്ലോ. എൻ്റെ ചേട്ടൻ്റെ കാര്യം അറിയാലോ. അവൻ്റെ ഒരു ലൈഫ് തന്നെ PSC ക്വസ്റ്റ്യൻ പേപ്പർ പോലെ, വലിയ കാര്യമൊന്നുമില്ല. നിനക്ക് എന്നിട്ട് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ചേച്ചിക്ക് എന്തൊരു കുഴപ്പം? ചേച്ചി പുറത്ത് പഠിച്ചു, അതിൻ്റെതായ ഒരു അറിവും കാര്യങ്ങളും. ചേച്ചിക്ക് കിച്ചണിലൊന്നും കയറി കുക്ക് ചെയ്യാൻ അറിയത്തില്ലെന്നുള്ളത്, അതിപ്പോൾ പയ്യെ പഠിച്ചു വരത്തില്ലുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നോക്കുവാണെങ്കിൽ ചേച്ചി എൻ്റെ ഒരു വൈബാ, കുഴപ്പമില്ല. അതിപ്പോൾ എനിക്കറിയാമല്ലോ കിച്ചണിൽ കയറി സാമ്പാറൊക്കെ വെക്കാൻ. അല്ല, സാമ്പാർ വെക്കുന്ന പോലെ ഇല്ലല്ലോ. അവന് ഇഷ്ടമുള്ള ലൈഫ് തിരഞ്ഞെടുത്തു, അവന് അത്ര ഓക്കെ ആകാനുണ്ടായിരിക്കും. അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. നിന്നെ കഴിഞ്ഞ ദിവസം ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് എത്ര ചെറുക്കന്മാരുടെ കൂടെ കണ്ടേ? എന്നിട്ട് ഞാനിതൊന്നും അമ്മയോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നിനക്ക് എന്തോ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയും. അല്ല, അതിപ്പോ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതെന്റെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സ് അല്ലേ? കഴിഞ്ഞ ദിവസം ബൈക്കിൽ കൊണ്ടിട്ടായിരുന്നു. അതും ഫ്രണ്ടാ, കാരണം ക്ലാസ് വിട്ട് കഴിയുമ്പോഴേ. എത്ര ഫ്രണ്ട്സ് ചൂടല്ലേ, അതുകൊണ്ട്. ഫ്രണ്ട്സ് ഉണ്ട് നിനക്ക്? എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, കോളേജല്ലേ. നിന്റെ ഡ്രസ്സിംഗ് ഒക്കെ ഞാൻ കാണാറുണ്ട്. ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതൊന്നുമല്ല.
ചേട്ടൻ ഇതാ പിടിക്കാത്തത്. സത്യം. ചേട്ടത്തിമ്മ കണ്ടോ? ചേട്ടൻ്റെ ഒരു വൈബ, എൻ്റെ ഒരു വൈബ. പക്ഷെ ചേച്ചി ഉണ്ടല്ലോ അമ്മയുടെ ഒരു വൈബ. അമ്മയ്ക്ക് മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങള് വൈബും കൂടെ സെറ്റായി കാണുമല്ലേ? അതെ, എനിക്കൊരു കോൾ വരുന്നുണ്ട്. ശരി, ഞാൻ എത്തുന്നുണ്ട്. ഓക്കെ.